ഗായ്സ്, അപ്പോൾ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഹോം ടൂറാണ്. നമ്മുടെ വീടും പരിസരമൊക്കെ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു പേര് നമ്മൾ ചോദിച്ചിട്ടേ നിങ്ങളുടെ വീടൊക്കെ എവിടെയാണ്, വീട് കാണിച്ചു തരുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ വഴി, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഇത് നമ്മുടെ റോഡാട്ടാ. ഇവിടെ നിന്ന് ഈ റോഡിൽ കൂടി വന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് കയറുന്നത് നമ്മുടെ വീട്ടിലോട്ട്. ഗൈസ്, മോട്ടർ നിറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വഴി കേട്ടോ. കാരണം ഞങ്ങളുടെ മോട്ടർ നിറഞ്ഞു പോയി. മോട്ടറിൻ്റെ പോയാൽ മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി അവിടെ മൊത്തം വെള്ളമായി. അപ്പോൾ ചിന്നാപ്പി എല്ലാം പറഞ്ഞു കൊടുക്കാം നമ്മുടെ ഗൈസ് പിള്ളേർക്കൊക്കെ. വായോ നമ്മുടെ വഴി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ആ ഫ്രണ്ട് അത് കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. കണ്ടാ, ഫ്രണ്ട് ഷീറ്റൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഞാൻ കാർ ഇടുന്നത്. ഇവിടെ ഈ ലൈനിലാണ്. ഇവിടെ നമ്മുടെ ബൈക്കൊക്കെ ക്രിസ്മസിന് ഇത് ലൈറ്റാണ്. രാത്രി കാണിച്ചു തരാം. രാത്രിയുള്ള വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് ലൈറ്റ് ഇടുമ്പോൾ. സ്റ്റാർ ഇട്ടില്ല, സ്റ്റാർ കുളമായി. കുഞ്ഞാപ്പിക്ക് രാവിലെ ഉറക്കം വരുന്നത് കണ്ട. അത് നമ്മളെ ചെറിയ വിളക്ക് കത്തിക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ സിറ്റ് ഔട്ട്. ഇതാണ് സിറ്റ് ഔട്ട്. ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അമ്മ രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വൈകിട്ടൊക്കെ കത്തിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ചിന്നാപ്പി പിന്നെ വീടിൻ്റെ അകത്തോട്ട് പോവാം. ഡൈനിങ് ടേബിൾ മൊത്തം കുളമായി കിടക്ക്. കുഞ്ഞാപ്പിക്ക് കളിക്കാനായിട്ട് ഇത് നമ്മുടെ ഷോക്കേഴ്സ് നമ്മുടെ ഫോട്ടോസ്. അത് ചിന്നാപ്പിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ടെഡി ബെയർ ആണ് പണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ഫാമിലി ഫോട്ടോസ്, ചേട്ടൻ ചേട്ടത്തി, അങ്ങനെ കുറേ ഫോട്ടോസും കാര്യമൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ. ഇത് നമ്മുടെ അക്വേറിയം. ഇതിലിപ്പോൾ ഒരു മീൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു 7 മീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷാർക്ക്, നമ്മൾ ഈടെ വെള്ളം മാറിയപ്പോഴേ പൈപ്പിൽ വെള്ളം എടുത്ത് ഒഴിച്ച് അപ്പോൾ എല്ലാ മീനും ചത്തു പൊങ്ങി. ഈ ഒരു ഷാർക്ക് മാത്രം ജീവനോട് പിടിപ്പുണ്ട്. ഇത് കുഞ്ഞാപ്പിയുടെ മിക്കുച്ചൻ്റെ നമ്മുടെ ഇതൊക്കെ വെച്ച് ചെയ്തത്. ഇത് ഓൾഡ് ടി വിയാണ്. ഇപ്പോഴും ഈ ടി ഇതേപോലെ ടി വി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇപ്പോഴും ഈ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അലങ്കോലമായിട്ടാണ്. കുഞ്ഞാപ്പി ആണെങ്കിൽ കുറച്ച് മുന്നാണ് എഴുതേറ്റത്. അത് വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും കാണിച്ചു തരാം. ഞങ്ങൾ ആരെയും പോലെയല്ല വൃത്തിയാക്കിക്കൊണ്ട് എടുക്കുന്നില്ല അല്ലേ. എങ്ങനെയാണോ അങ്ങനെ എടുക്കുകയാണ്. കാരണം ഇപ്പൊ നമ്മള് ലൈവായിട്ട് എടുക്കുക. മുറിയിൽ കേറാനായിട്ട് ഗ്യാപ്പ് ഭയങ്കര കുറവാണ്ട. നമ്മുടെ മുറിയിൽ കേറാനായിട്ട് ഒരു സൗകര്യമില്ല. കാരണം വേറെ കുഞ്ഞാപ്പി ഉള്ളത് കൊണ്ട് കുഞ്ഞാപ്പിക്ക് നമ്മൾ എക്സ്ട്രാ ഒരു കട്ടിലും കൂടെ മേടിച്ചായിരുന്നു. ഒരു എക്സ്ട്രാ കട്ടിൽ നമ്മൾ ചേർത്ത് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേറാൻ കണ്ട കഥ പകുതി ഉറക്കം പറ്റത്തുള്ളൂ. ബാക്കി കട്ടിൽ ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് നടക്കാനൊന്നും സ്ഥലം, വലിയ സ്പേസ് കുറവാ റൂമിന്റെ അത്. കണ്ടോ അലമാരി എല്ലാം ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മള് പോകാൻ. ഇത് ഞാൻ 7-ാം മാസം കുഞ്ഞാപ്പിക്ക് 7-ാം മാസം ഉണ്ടായിരുന്നപ്പോൾ പിക്കാണ് കണ്ടാപ്പി ഫ്രെയിം അടിച്ചു കൊടുത്തേ. പിന്നെ അത് നമുക്ക് ഞങ്ങളുടെ മൂന്നിന്റെയും കൂടെ കുഞ്ഞാപ്പി ഇത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നെയാണ്. ഇത് നമ്മള് അഴിക്കെ ബീച്ചിൽ പോയപ്പോ എടുത്ത ഫോട്ടോസ് ആണ്. പിന്നെ ഈ ചുറ്റി കാണുന്ന ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടാപ്പിയുടെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. ആ ഫോട്ടോസ് കപ്പിലാണെങ്കിൽ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ള കപ്പാണത്. കപ്പ് ചിന്നാപ്പി എനിക്ക് തന്ന കപ്പ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. കണ്ടാപ്പി എന്റെ ബർത്ത്ഡേക്ക് എന്നാണ് അത് 3 എണ്ണം. ഇത് ഞാൻ ബർത്ത്ഡേക്ക് കൊടുത്തു. ഇതും ഇതൊക്കെ ഞാൻ കൊടുത്ത. പിന്നെ ചിന്നാപ്പി എന്നത് കുഞ്ഞ് 2 ഫ്രെയിം. അങ്ങനെ കുറച്ച് പാർട്ടീസ് ഉണ്ട്. ഈ ഒരു സൈഡിൽ ഇത് നമ്മള് മറ്റേ 28-ന് നമ്മള് പേര് കാണിക്കുന്ന ഒരു ഇത് അതായിരുന്നു സംഭവം. ഇതിപ്പോ നമ്മള് ഒരു 2-3 ദിവസങ്ങൾ ഇപ്പൊ ചെയ്ത് മിക്കുച്ചന്റെ ഒരു ഫോട്ടോസ് നമ്മൾ ചെയ്തതാണ്. ഇത് അടുത്ത റൂം. ഇത് നമ്മുടെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ മുറിയാണ്. ഭയങ്കര അലങ്കോലമായിട്ട് ചേട്ടത്തി പ്രഗ്നന്റ് ആണ്. അപ്പൊ ചേട്ടത്തി വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ അത് ചേട്ടൻ യൂസ് ചെയ്തിട്ട് കിടക്കും. അലങ്കോലമായി കിടക്കും. ചേട്ടൻ ആണുങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആണല്ലോ കിടക്കുന്നത്. പെണ്ണുങ്ങളില്ലാത്ത ഇത് കാണാമല്ലോ. ഇത് അവരുടെ മുറിയാണ്. അവരുടെ ഫോട്ടോസും അവിടെ ഫ്രെയിം ഫോട്ടോ. ഇത് അപ്പുച്ചേട്ടന്റെ കടപ്പുച്ചന്റെ അവിടെയൊക്കെ ഫോട്ടോസ് ആണ്. ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ മുറിയിലും ഇത് കണക്കത്തെ കൊട്ടയുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ കൊട്ടയിലാണ് തുണി യൂസ് ചെയ്യുന്നത്. വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് മൊത്തം ഇങ്ങനത്തെ കൊട്ടയിലാണ് വെക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇതേപോലെയാണോ ഇതേപോലെ കൊട്ടയിലാണോ യൂസ് ചെയ്യുന്നത്? അലമാരി വെക്കും. ഈ ഒരു രീതി ചെയ്താല് അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ. അമ്മയുടെ മുമ്പ് പറയേ വേണ്ട. ഞങ്ങളുടെ പിന്നെ വൃത്തിയുണ്ട്. ഇത് കണ്ടതാ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. ഇവിടെ തയ്ക്കാനായിട്ട് അമ്മയ്ക്കും അറിയാം, ചേട്ടത്തിക്കും അറിയാം. ചേട്ടത്തിക്ക് അങ്ങനല്ല, ജസ്റ്റ്
കുഞ്ഞിനെയൊക്കെ അടിക്കാൻ ഇവർക്ക് അതും അറിയത്തില്ല. ഇവർക്ക് അറിയത്ത പോലെ ഞാൻ പഠിച്ചില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഇത് ദിവാങ്കട്ടിൽ ഇത് എന്റെ റൂമിൽ കിടന്നെയാണ് കണ്ട. കുഞ്ഞാപ്പി വന്നപ്പോ മറ്റേ കട്ടിൽ മേടിച്ചിട്ടപ്പോ ദിവാങ്കോളിൽ എടുത്ത് അമ്മയുടെ മുറി കയറ്റി. അമ്മയുടെ മുറി ഗോഡോണാക്കി. എന്റെ ബാത്റൂം കേട്ടെ ഈ ബാത്റൂം ഞാൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ലൈറ്റ് ഇട്, വെട്ടക്കുറവുണ്ട്. കുഞ്ഞടുക്കള കേട്ടാ. ഇവിടെ ഫ്രിഡ്ജ് കേറുന്ന ഫ്രിഡ്ജ്. രാവിലെ തന്നെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം അപ്പുച്ചേട്ടന് രാവിലെ 7:30 ജോലിക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ വെളുപ്പിന് 5 മണിക്കെല്ലാം എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ച് എല്ലാം വെച്ചോളൂ, ഒതുക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവനെ പിടിക്കണം. അതിന് ചിന്നാപ്പിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ അമ്മ വന്നിട്ട് ഇതെല്ലാം ഒതുക്കിക്കോളൂ അവര്. ഇപ്പൊ തൽക്കാലം നമ്മള് മുകളിൽ നമ്മളെ കുറച്ച് പാത്രങ്ങളും സ്റ്റൗവും സൈഡിൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡും കാര്യവും 4 അടുപ്പുള്ള. ഇതിൽ നമ്മൾ രാവിലത്തെ ചോറ് മാത്രം വെക്കത്തില്ല, ബാക്കി എല്ലാം ഉണ്ടാക്കും. ചോറ് വെക്കുന്ന എവിടാന്ന് കാണിച്ചു തരാം. വയ്യോ, അടുക്കളയിലെ ഒരു വഴി. ഇതില് നമുക്ക് ഇറങ്ങി ബാക്കില് പോവാം. ആ മോട്ടർ നിറഞ്ഞ് വെള്ളം മൊത്തം പോയി. ഇവിടെ ഫുള്ള് വിറക് ഇറക്കിയേക്കുവായിരുന്നു. അപ്പൊ നമുക്ക് വിറക് വെക്കാൻ വിറക് ഇപ്പൊ ഇറക്കിയതാ സ്പേസിൽ. അതുകൊണ്ട് എല്ലാം കൂടി തന്നെ കുത്തി കയറ്റി നിറച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. കുടിക്കത്തുള്ളൂ. മതി കുഞ്ഞാപ്പി കഴിയുന്നത് ഗൈസ്. അപ്പൊ നമ്മള് കുഞ്ഞാപ്പി നല്ല വഴക്കുണ്ട്. എല്ലാം ഒന്ന് ഉറക്കണം. ഇത് ബാത്റൂം. ഇതാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ബാത്റൂം. ഇതാണ് നമ്മുടെ ബാത്റൂം. വാഷിംഗ് മെഷീൻ ഉണ്ട്. തുണി കഴുകിയിട്ടിരിക്കുകയാണ്. ഇപ്പൊക്കെയാണ് ഇവിടെ മൊത്തം. നമ്മൾ ഓരോ മാവും അതും ഇതും ചാമയ്ക്ക എല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുവാണ്. ഫ്രണ്ട് ഏരിയ ഇത് വീടിൻ്റെ ഫ്രണ്ട്. നമ്മൾ കറങ്ങി ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. തുണി ഉണക്കായിട്ടിരിക്കുന്ന സ്റ്റാൻഡ്. ഇത് ചേട്ടൻ്റെ ബൈക്കാണ്. എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റ് ആണ്. കാറും വർക്ക്ഷോപ്പിലാണ്. ഇത് കുഞ്ഞാപ്പി കുളിക്കാൻ ഇപ്പോൾ എടുത്തതാണ്. അപ്പം ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോം ടൂർ. നമ്മൾ എല്ലാം അടിച്ചിട്ട് നമ്മൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് എടുത്തില്ല. ഓൾറെഡി ലൈവായിട്ട് അങ്ങ് പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുത്തു പോവുകയാണ്. എല്ലാം ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. അതുകൊണ്ട് ഒന്നും ഒതുക്കി പിടിക്കാൻ ചെയ്തിട്ടൊന്നുമില്ല. ഉള്ള പോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ, ടാറ്റാ.